റിപ്ലൈ അയച്ചു സാർ. ഖാലിദൻ കമ്പനിയിലേക്കല്ലേ? ഇന്നലെ ഈവനിങ് കൊറിയറിൽ അയച്ചു. പിന്നെ എന്താ സാർ? ഒന്നുമില്ല, കൊറിയറിൽ അയച്ചില്ലേ? ആ പെൺകുട്ടിയുടെ മറുപടി കിട്ടിയോ? അത് പിന്നെ സാറിന് എന്തോ ഒരു ടെൻഷൻ. എന്ത് പറ്റി സാർ? എന്നെ പറ്റി എന്തോന്നാ കരുതിയത്? നിങ്ങൾക്കൊക്കെ കൊഞ്ചി കുഴയാനുള്ള കളിപ്പിളയാണെന്നോ? പൊതുവെ പെമ്പിളർക്ക് ഒരു വിചാരമുണ്ട്, അവരുടെ പിന്നാലെ ചെരഞ്ഞിടക്കുന്ന പൂവാലന്മാരാണ് എല്ലാ ആണുങ്ങളൊന്നും. മനുഷ്യൻ ഒരുമാതിരി ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാ പെൺകുട്ടിയുടെ മറുപടി കിട്ടിയോ സാർ? ആളെ കുരങ്ങളൊപ്പിക്കുന്ന ചോദ്യമല്ലേ അത്? എന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചു, അയാൾ തന്നെ അത് പ്രൊസീഡും ചെയ്തു. ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറയണം. ഇഷ്ടാണ്. ആ പെൺകുട്ടിക്ക് ഇഷ്ടാണെന്ന്. ഏത് പെൺകുട്ടിക്ക്? ഇത്രയും ദേഷ്യക്കാരനാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലെന്ന് പറയും. ഏയ്, അത്രയ്ക്ക് ദേഷ്യമൊന്നുമില്ല. എങ്കിൽ ഈ പെൺകുട്ടിക്ക് ഇഷ്ടാണ്. സ്ത്രീധനം ഒന്നും ചോദിച്ചില്ലെങ്കിലും പുള്ളിക്കാരന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന രീതിയിൽ തന്നെ വേണം കല്യാണം നടത്തി കൊടുക്കാൻ. അതിന് ഇത്തിരി ചെലവ് കൂടും, അല്ലാതെ ഇവളുടെ കല്യാണം പോലെ നിസാര കാച്ചിന് നടക്കില്ല. നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന രീതി തന്നെ നമ്മുടെ കല്യാണം നടത്തിയത്. എന്റെ നിലയ്ക്കും വിലയ്ക്കും നീ എന്ത് തേങ്ങയുടെ മൂടേ? ഇക്കാലത്ത് ഒരു കല്യാണം നടത്തിയാലും 2 കല്യാണം നടത്തിയാലും ചെലവൊക്കെ ഒന്ന് തന്നെ. അപ്പൊ പിന്നെ 2 കല്യാണം ഒന്നിച്ച് നടത്തിക്കൂടെ? എന്തേ 2 കല്യാണോ? മായ പഠിച്ചോണ്ടിരിക്കയല്ലേ? മായ പഠിച്ചോട്ടെ. ഇവിടെ കെട്ടുപ്രായം കഴിഞ്ഞ വേറെയും മക്കളില്ലേ അമ്മയ്ക്ക്? ഇവൻ എന്താച്ചാ പറയണേ? നിനക്ക് മനസ്സിലായില്ലേ? ഇവന്റെ കല്യാണക്കാരായി പറഞ്ഞു വരുന്നു. ഈ മൂക്ക് ഇവിടെ ഇരിക്കുമ്പോ എന്തിനാ വളഞ്ഞു പിടിക്കണേ? അളിയന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. അതിനിപ്പോ പെട്ടെന്നൊരു പെണ്ണിനെ കണ്ടുപിടിക്കാന്ന് വെച്ചാ? അക്കാര്യത്തിൽ ആരും ബുദ്ധിമുട്ടണ്ട, പെണ്ണിനെയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നിനക്ക് ആരോടാ പറയടാ പ്രേമേന്ദ്ര? നമ്മുടെ ജാതിയാ. സ്റ്റുഡിയോ ഓണറാ. സ്റ്റുഡിയോ ഓണറോ? സ്റ്റുഡിയോ ഓണറല്ല, ബിൽഡിംഗ് ഓണറിന്റെ മകളാ രേണുക. കൊള്ളാലോ. ഒരുത്തി കമ്പനി ഓണറെ, ഒരുത്തി സ്റ്റുഡിയോ ഓണറെ. ഇവിടെ എല്ലാവരും കയറി പിടിച്ചിരിക്കുന്ന ഓണർമാരെയാണല്ലോ. എന്നാ പിന്നെ നമുക്ക് ആലോചിക്കാം. എന്തേ പ്രേമേന്ദ്രൻ മിടുക്കനാ. എനിക്ക് അവനെ വലിയ ഇഷ്ടാ. വാടകയുടെ കാര്യത്തിൽ കൃത്യ. പിന്നെ വിശേഷിച്ച് പ്രേമേന്ദ്രന്റെ കാര്യം പറയാനാ വന്നത്. മോളെ, ഇത് പ്രേമേന്ദ്രന്റെ ബന്ധുക്കളാ. രേണുകയല്ലേ? എന്നെ മനസ്സിലായോ? അന്ന് സ്റ്റുഡിയോയിൽ വെച്ച് രേണുകയെ കാണാനാ ഞങ്ങളിപ്പോ വന്നത്. അവര് തമ്മിൽ ഇഷ്ടത്തിലായ സ്ഥിതിക്ക് നമ്മൾ വീട്ടുകാരുടെ ചുമതലയൊക്കെ നിർത്തിയേക്കാം. നിങ്ങൾ പറഞ്ഞു വരുന്നത്? രേണുക ഒന്നും പറഞ്ഞില്ലേ? പ്രേമേന്ദ്രനും രേണുകയും തമ്മിലുള്ള കല്യാണ കാര്യം. മോളെ, നീ ഇവർക്ക് കുടിക്കാൻ എന്താന്ന് വെച്ചാ എടുക്ക്. എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിട്ട് പറയല്ല. പെൺകുട്ടികളുടെ കാര്യത്തില് അമ്മമാർക്കാണല്ലോ അവകാശം കൂടുതൽ. പിന്നെ അവളുടെ അമ്മ വിശാലാക്ഷിയോടുകൂടി. അല്ല, അങ്ങനെയാണല്ലോ വേണ്ടത്. വിശാലം ആരായവരൊക്കെ? അതിന് പ്രേമേന്ദ്രന്റെ മുത്തശ്ശനും അളിയനൊക്കെയാ. ഓ, ആ ഫോട്ടോഗ്രാഫർ പ്രേമേന്ദ്രന്റെ. അറിയാ. എന്താ കാര്യം? പ്രേമേന്ദ്രന്റെ കല്യാണക്കാര്യം സംസാരിക്കാൻ വന്നതാ. പറയണം. പ്രേമേന്ദ്രന്റെ പെങ്ങൾ പ്രഭാവതിയുടെ കല്യാണക്കാര്യം നിശ്ചയിച്ചു. ഗുഡ്. 2 പേരുടെ ഒരുമിച്ച് നടത്തണമെന്നാ ഞങ്ങളുടെ താല്പര്യം. അതെ, ഒരുമിച്ച് നടത്തിയ ഒത്തിരി ലാഭാണി. വെരി ഗുഡ്. അപ്പോ എന്നത്തേക്കാ കല്യാണം? നമ്മളൊന്ന് ഫ്രീ ആണോ ശങ്കു? അല്ല, അത് കാര്യങ്ങളൊക്കെ പറയാനാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അത് ശരി. അപ്പൊ ഒന്നും തീരുമാനിക്കാതെയാണോ കല്യാണം ക്ഷണിക്കാൻ വന്നത്? ഞങ്ങൾ പറഞ്ഞു വരുന്നത് രേണുകയും പ്രേമേന്ദ്രനുമായിട്ടുള്ള കല്യാണക്കാരിയാണ്. കേട്ടോ ശങ്കു, കല്യാണം ആലോചിക്കാൻ വന്നാണെന്ന്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇവിടെ വന്ന് ഇത് ആലോചിക്കാൻ? ഡോക്ടേഴ്സ്, ബിസിനസ്സുകാര്, വക്കീലന്മാര്, ഇങ്ങനെ ഓരോരുത്തർ ആലോചന വന്നിട്ടേ ഞാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെയാണ് ഈ കല്യാണത്തിനും ചത്തടത്തും ഒക്കെ ക്യാമറയും തൂക്കിയിട്ട് നടക്കുന്നവൻ. പണത്തിന് ഇത്തിരി കുറവുള്ളൂ. അന്തസ്സിന്റെ തറവാടത്തിന്റെയും കാര്യത്തില് നിങ്ങളെക്കാൾ ഒത്തിരി മുന്നിലാ ഞങ്ങള്. തെക്കേടത്തുകാരെ അന്തസ്സ് പഠിപ്പിക്കാൻ നീ ആരാടി? നാക്കിന്റെ കാര്യത്തില് നിങ്ങളെക്കാൾ നീളം എനിക്കാ, മറക്കണ്ട. നീ മിണ്ടാതിരി. നിങ്ങളുടെ മോളെ കെട്ടിയില്ലെങ്കിൽ തൂങ്ങിച്ചാവൂന്ന് പ്രേമേന്ദ്രൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങണു. ശങ്കു, ഈ ആണുങ്ങൾക്കൊരു നെലിയും വിലയുണ്ട്. അത് നിങ്ങളായിട്ട് നശിപ്പിക്കരുതെന്നൊരു അപേക്ഷയുണ്ട്. വരട്ടെ അമ്മേ, വാ. പൊടിയാത്ത് ചായ കൊടുത്ത് സൽക്കരിക്കാൻ കണ്ട ആൾക്കാര്. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അതങ്ങ് മറന്നേക്ക്. എന്റെ മോളെ, ഇതുപോലൊരു പൂതന നിന്റെ അമ്മയായിട്ടുള്ളപ്പോ എന്തിനാ പ്രേമേന്ദ്രനെ കയറി പ്രേമിച്ചത്? ഞങ്ങൾ ഇറങ്ങിയടി. കൂടുതൽ ഞെരിപിരി കൊള്ളാതെ അവിടെ അടങ്ങിയിരിക്കുന്നല്ലേ.
എടോ, കിഴവാ, നിന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. തിരിച്ചു രണ്ട് വാക്ക് പറഞ്ഞൂടെ? ഓടിയാത്ത്. മോൻ ഇവിടുത്തെ ചെക്കനാ? അതെ. കല്യാണം കഴിച്ചതാണോ? ഇല്ല. ആ, എന്നാ മോന്റെ തള്ള ചത്തിട്ട് കല്യാണം കഴിച്ചാ മതി. നിന്റെ കെട്ടിയോൾക്ക് സ്വൈരം കിട്ടണമെങ്കിൽ ഒടുവിൽ നീ നിന്റെ തള്ളേനെ തട്ടേണ്ടി വരും. വാടാ. ഒന്നെങ്കിൽ പണവും പ്രതാപവും വേണം, അല്ലെങ്കിൽ കൂടെ കൊണ്ടു നടക്കാൻ ഒരാന ചന്തമെങ്കിലും വേണം. ഇത് ഒന്നും ഇല്ലാത്ത ഒരുത്തിനെ നിനക്ക് എങ്ങനെ കയറി പ്രേമിക്കാൻ തോന്നിയിടി? നമ്മുടെ സ്റ്റാറ്റസിനെ കുറിച്ച് വല്ല വിചാരമുണ്ടോ നിനക്ക്? പ്രേമേന്ദ്രന്റെ കുടുംബം അത്രയ്ക്ക് മോശമൊന്നുമല്ല, നല്ല തറവാട്ടുകാര് തന്നെയാ. തറവാട്ടുകാര് നമ്മുടെ 7 അയലത്തെത്തും അവര്. ശങ്കു, എന്താ ഒന്നും മിണ്ടാത്ത? അമ്മ പറഞ്ഞാലും കാര്യമില്ലാതില്ല. ഈ കുടുംബങ്ങൾ തമ്മിൽ ചേർച്ചയില്ലെങ്കിൽ മനസമാധാനം ഒരിക്കലും കിട്ടില്ല. അച്ഛന്റെയും അമ്മയുടെയും കുടുംബങ്ങൾ തമ്മിൽ വലിയ ചേർച്ചയിലായിരുന്നല്ലോ. എന്നിട്ട് ഒരു ദിവസമെങ്കിലും മനസമാധാനത്തോടെ അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടോ? നിന്റെ അച്ഛനെ എന്തിന്റെ കുറവിലാടി മനസ്സമാധാനം ഇല്ലാത്ത? അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു, അത്ര തന്നെ. എന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കേണ്ടത് ഞാനാ. അതിന് തടസ്സം നിൽക്കുകയാണെങ്കിൽ തുടർന്ന് ജീവിക്കണമെന്ന് എനിക്കില്ല. എന്താ മോളെ പറയുന്നത്? ഞാൻ തൂങ്ങിച്ചാവൂന്ന്, അത്ര തന്നെ. ഇത്രയും നിസ്സാര കാര്യത്തിന് തൂങ്ങി ചാവുമെങ്കിലേ പോയി ചാവടി. എനിക്കിത് നിസ്സാര കാര്യമല്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അത് മാറില്ല. ഞാനും. വിശാലം, അവളെന്തെങ്കിലും കടുങ്കൈ? പിന്നെ അതെ, അവൾക്ക് മൂക്കത്താ ശുണ്ടി. വാശി പിടിച്ച് നേടാൻ അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അമ്മ എന്തിനാ വെറുതെ എതിർക്കാൻ പോണത്? അവൾക്കത് മതിയെങ്കിൽ നടത്തി കൊടുക്കണമേ. കെട്ടുന്നതും കൊണ്ടു കിടക്കുന്നതും അനുഭവിക്കുന്നതെല്ലാം അവൾ തന്നെയല്ലേ? അനുഭവിക്കട്ടെ. ഇനി വല്ല ആത്മഹത്യാശ്രമം നടത്തിയാൽ മോശപ്പേര് നമുക്കാ. നാട്ടുകാര് വേറെ വല്ലതും പറയും. പിന്നെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് പോലും നല്ല വരച്ച വരയിൽ നിർത്താൻ ഈ കുടുംബത്തിലേക്ക് ഒരു മരുമകനെ കിട്ടിയെന്ന്. എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല. എന്റെ മോള് തൂങ്ങി ചാവണ്ടെന്ന് കരുതിയാ ഞാൻ ഇതിന് സമ്മതിച്ചത്. പിന്നെ എന്റെ മോളെ കെട്ടുന്നവൻ ഏതവനായിരുന്നാലും ശീതനം കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കും. സ്വർണത്തിന് പുറമെ ഒരു മാരുതി കാർ. നിനക്ക് ഡ്രൈവിംഗ് വശമുണ്ടോടാ? അത് പിന്നെ ഇല്ലെങ്കിലും സാരല്ല, വണ്ടി നേരത്തെ കൊടുത്തേക്കാം, ഓടിച്ചു പഠിക്കട്ടെ. ടീച്ചർക്ക് അവാർഡ് കിട്ടിയിട്ടില്ല, അതിശയില്ല. മക്കളെ നന്നായിട്ട് പഠിപ്പിച്ച് വളർത്തിയിട്ടുണ്ട്. എല്ലാം കൊമ്പത്തല്ലേ കയറി പിടിച്ചിരിക്കുന്നത്. ഒരുത്തി കോടീശ്വരനെ വളച്ചെടുത്തു, ഒരുത്തൻ കോടീശ്വരിയെ വളച്ചെടുത്തു. എന്തായാലും ശാരദാ ടീച്ചറിന് കച്ചവടം ലാഭം. അപ്പോ മകൾക്ക് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഇതും നടക്കട്ടെ. ശങ്കു, ഓ, നോക്കിക്കൊണ്ട് നിൽക്കാതെ ആ ഡോർ തുറക്ക്. പ്രേമേന്ദ്ര, നീ വെയിൽ കൊടുക്കറ്. കേറ് മക്കളെ. എന്നാ പിന്നെ ശരി മക്കളെ. പ്രേമേന്ദ്ര, ഞാൻ മോളോട് ഒരു നല്ല വാക്ക് പറഞ്ഞോട്ടെ. എന്റെ നാത്തൂനെ കെട്ടിയതേ ഒരു കോടീശ്വരനാ. നമ്മൾ സ്റ്റാറ്റസ് വിട്ടൊന്നും നീ പെരുമാറണ്ട കേട്ടോ. അമ്മയ്ക്ക് ഈ രേണുക അറിയില്ലേ? ഞാൻ ഒരിടത്തും താഴ്ന്നു കൊടുക്കോ? പ്രേമേന്ദ്രൻ ഒരു പാവാ. എന്റെ ഇഷ്ടത്തിന് കൊണ്ടുനടക്കാൻ എനിക്കറിയാം. അവനെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് പോന്നേരാ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കേറിക്കോ മോളെ. പ്രേമേന്ദ്രന്റെ വീട്ടുകാരെ പൊന്നൂല നോക്കണം. മെഡിക്ക് ഞാനിപ്പോ വരേ. കൊച്ചമ്മേ, ഡിന്നറിന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും? എന്തൊരു ചൂടാ ഇവിടെ. തെക്കേ മുറി AC ആണെന്നാ ഇവിടെ എല്ലാരും പറയാറ്.
ഈ ജനലൊക്കെ തുറന്നിട്ടാ ഇവിടെ എന്ത് കാറ്റാണെന്നറിയോ? പക്ഷേ ഇന്ന് തുറന്നിടാൻ പറ്റുമോ? എനിക്കിവിടെ എന്നിട്ട് ശ്വാസം മുട്ടുന്നു. ഈ ജനാലെല്ലാം അടച്ചു പൂട്ടിയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുമല്ല. ഒരു ടേബിൾ ഫാൻ എങ്കിലും അറേഞ്ച് ചെയ്ത് വെച്ചൂടായിരുന്നോ? അയ്യോ, ഞാനത് ഓർത്തില്ല. നാളെ തന്നെ എന്ത് വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് നൈറ്റിന്റെ മൂഡ് കളയാതെ നീ ആ പാല് കുടിച്ച് പതിങ്ങി തന്നെ. അയ്യോ, അങ്ങനെയല്ലല്ലോ, ഞാൻ പകുതി കുടിച്ചിട്ടല്ലേ നീ കുടിക്കേണ്ടത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനായതുപോലൊരു തോന്നൽ. എന്നെ കെട്ടിയതുകൊണ്ടാണോ? തന്റെ വീട്ടിൽ കുറച്ചു ദിവസം കഴിയാൻ എനിക്ക് കൊതിയാവുകയാണോ? നമുക്ക് നാളെ തന്നെ അങ്ങോട്ട് പോയാലോ? ആ കൊച്ചു വീട്ടിലോ? ഇവിടെയാണെങ്കിൽ എന്തൊരു സൗകര്യ. എനിക്ക് ഇവിടുന്ന് പോണോന്നേ ഇല്ല. നമ്മൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരുന്നാൽ എന്ത് രസമാണോ ഉള്ളത്. തന്റെ വീട്ടിലാണെങ്കിൽ എത്ര അംഗങ്ങളാ, തമാശയും പൊട്ടിച്ചിരിയും ബഹളവും. അച്ഛനും അമ്മയും ഒരുപാട് മക്കളും ഒക്കെ ഉള്ള ഒരു വലിയ കുടുംബം എനിക്ക് ഒത്തിരി ഇഷ്ട. എന്തു പറ്റി? തണുക്കുന്നുണ്ടോ? ഞാൻ AC ഓഫാക്കാം. വേണ്ട, AC-യുടെ തണുപ്പ് എനിക്കിഷ്ടാ. ശേഖരേട്ടാ, എന്താ? കല്യാണത്തിന് വന്ന് പലരും ചോദിക്കുക, എന്താ ചോദിച്ചത്? ശേഖരേട്ടന് എത്ര രൂപയുടെ സ്വത്തുണ്ടെന്ന്. സ്വത്തോ? ഇനി ആരെങ്കിലും ചോദിച്ചാ അവരോട് ഗമയ്ക്ക് പറയാനാ. സ്വത്തിന്റെ കണക്കൊക്കെ ഞാൻ അവരെ വിശദമായിട്ട് പിന്നീട് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. നീ വന്നേ. അമ്മേ, ചേച്ചി ശേഖരേട്ടൻ വന്നോ? ചേച്ചി, രാവിലെ എല്ലാരും ഒന്ന് കാണണമെന്ന് തോന്നി, ഞങ്ങളിഞ്ഞു പോന്നു. അതിനെന്താ, നിങ്ങൾക്ക് എപ്പ വേണമെങ്കിലും വരാലോ. അയ്യോ ചേച്ചി, അടിപൊളി സാരിയാണല്ലോ. നീ തുടക്കല്ലേ? വാ മക്കളെ. സാധാരണ കെട്ടിച്ചു വിട്ട മൂന്നാം പക്കം ആരെങ്കിലും ചെന്ന് വിരുന്നിന് കൂട്ടിക്കൊണ്ട് വരിക പതിവ്. അല്ലാതെ പിറ്റേ ദിവസം നേരം പുലരും മുമ്പ് അച്ചുവീട് അന്വേഷിച്ചു വരുന്ന ആണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അച്ഛ വീട് വിരുന്ന്, നീ ആരുടെ കാര്യം ഈ പറയുന്നത്? എന്താ രണ്ടുപേരും കൂടി മുറിക്കാത്തിരുന്ന ഒരു സംസാരം? നീ എന്താ, നീ മാത്രമല്ലോ? ഞാൻ മാത്രല്ല, ചേട്ടനുണ്ട്. ഞങ്ങക്ക് രാവിലെ ഇങ്ങോട്ട് പോരണമെന്ന് തോന്നി. ഞങ്ങളുടെ നാട്ടുനടപ്പനുസരിച്ച് കൂട്ടിക്കൊണ്ടു പോകാൻ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ ആരെങ്കിലും വരും, എന്നിട്ടേ ചെല്ലൂ. ഞങ്ങൾ അതൊന്നും നോക്കില്ല. സ്വന്തം വീട്ടിൽ വരുന്നതിന് എന്ത് നാട്ടു നടപ്പ് നോക്കാനാ? എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ? ഓ, നിങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാ കഴിഞ്ഞുകൂടണേ? കാറ്റും വെളിച്ചം കടക്കാത്ത ഈ കുടിസ് റൂമില് ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാനും. എന്താ ഈ AC-യുടെ തണുപ്പ്? സത്യത്തിൽ ജലദോഷം പിടിച്ചു. അത് AC റൂമിൽ താമസിച്ച് പരിചയമില്ലാഞ്ഞിട്ടാ. ആഹാ, രണ്ടുപേരും കൂടി സംസാരിച്ചോണ്ട് നിൽക്കുക. കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, വാ. ആ, ചേട്ടത്തി ചെല്ല്, ഞാൻ സാറിനെ വിളിക്കാം. സാറോ? ഞാനത് ഓർത്തില്ല. എല്ലാരും പുള്ളിക്കാരനെ അങ്ങനെയാ വിളിക്കാറ്. പ്രഭാവതി വിളിച്ചത് ആ പഴയ സ്റ്റെനയാണെന്നുള്ള ഓർമ്മയില്ല അല്ലേ? ഭാര്യയാണെന്ന് എപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല. പ്രേമൻ എന്തിയെ? നിന്റെ പ്രേമനും ഇവളുടെ സാറും ഒക്കെ അവിടെ ഉണ്ട്. രണ്ട് പെണ്ണുങ്ങൾ കൂടിയാ പിന്നെ സംസാരിക്കാൻ ഉള്ളി പൊളിക്കുന്ന കാര്യം മതി. എന്താ രണ്ടുപേരും? ഒന്നുമില്ല, എനിക്കറിയാൻ മേലാത്ത കുറെ കാര്യങ്ങള് ചേട്ടത്തി ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഈ ചേട്ടത്തി എന്ന വിളി ഒന്ന് ഒഴിവാക്കാവോ? പ്രഭയേക്കാൾ പ്രായക്കൂടുതലൊന്നും എനിക്കില്ല. നാട്ടു നടപ്പനുസരിച്ച് ചേട്ടന്റെ ഭാര്യയെ ചേട്ടത്തിന്നാ വിളിക്കാറ്. ഇഡലിയോ? ഇതെനിക്കിഷ്ടമല്ല. ബ്രേക്ക്ഫാസ്റ്റും ബ്രെഡ് ടോസ്റ്റും പുൾസയും എനിക്ക് നിർബന്ധ. മോളത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അതും കൂടി കരുതിയെന്നെ. എനിക്കും രാവിലെ ഇഡ്ഡലി ഇഷ്ടമല്ല. അമ്മേ, നല്ല പഴങ്കഞ്ഞി ഇരിപ്പുണ്ടോ? ഈ ചേട്ടന്റെ കാര്യം തമാശ. തമാശ ഒന്നും അല്ലടി. അമ്മഞ്ഞെടുത്ത് ഈ പഴങ്കഞ്ഞിയിലേക്ക് കുറച്ച് തൈരൊക്കെ ഒഴിച്ച് 2 കാന്താരി മുളക് എടുത്തിട്ട് ഞെരടി കുറച്ച് അച്ചാറും ചമ്മന്തിയും കൂടെ കുഴച്ചങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ. ഓ, അത് കേട്ടപ്പോഴേ എന്റെ വായിന്ന് വെള്ളം ഊറും. എന്റെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം അത് തന്നെയാ. നിനക്ക് വേണേ കുറച്ച് കഴിച്ചടി, നാണക്കേടൊന്നുമില്ല. പിന്നെ നമ്മളാരും അമേരിക്കയിലൊന്നും അല്ലല്ലോ ജനിച്ചു വളർന്നത്. അല്ല, പ്രേമേന്ദ്രൻ ഇഡ്ഡലിയാണോ അതോ പഴങ്കഞ്ഞിയാണോ? ഞാനിപ്പോ വരാം. ആ, നീ കണ്ടോ, ചേട്ടത്തിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓ, ആ പഴങ്കഞ്ഞി എത്തിയല്ലോ. ഇങ്ങോട്ട് വെച്ചോളൂ. ആ, എന്താ അവന്റെ ഒരു സ്റ്റൈല്. അയാളെ പഴങ്കഞ്ഞി കുടിച്ചിട്ടായിരിക്കും വളർന്നത്. ഞാൻ അങ്ങനെയല്ല.
നല്ല ഭക്ഷണം കഴിച്ചു തന്നെയാ. നീ ഒന്ന് പതുക്കെ പറ. ദേ, എനിക്കാരും പേടിക്കേണ്ട കാര്യമില്ല. ആ പഴങ്ങനെ കൂടി എന്റെ പത്രാസ് ഉണ്ട്. പ്രേമൻ എന്തിനാ ഓച്ചാനിച്ച് നിന്നത്? അയാളുടെ കാശ് കണ്ടിട്ടാ? അതിനേക്കാ പണം എന്റെ വീട്ടിലുണ്ട്. ഈ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങേണ്ടതായിരുന്നു. കെട്ടിയതിന്റെ പിറ്റേന്ന് കെട്ടിയോള് പിണങ്ങി പോയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ. ഓർക്കാഞ്ഞിട്ടല്ലമ്മേ, കല്യാണത്തിന് കാശ് കുറെ ചെലവായി അമ്മ പാപ്പരടിച്ചിരിക്കണമെന്നൊക്കെ അറിയാം. എന്നാലും അമ്മയുടെ കയ്യിൽ ഒരു 100 രൂപ കാണാതിരിക്കില്ല. കടായിട്ട് മതി, ഞാൻ തിരിച്ചു തരാവുന്നേ. നാണമില്ലേ നിനക്ക് കാശ് കടം ചോദിക്കാൻ? വട്ടച്ചില വെച്ചിരി കൂടുന്നുണ്ട്. ആ, പെൻഷൻ കിട്ടട്ടെ, തരാം. എങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ശ്രമിക്കണം. 1-2 തവണ ജോലിക്ക് ശ്രമിച്ച് കിട്ടിയില്ലെന്ന് കരുതി നിരാശനാവരുത്. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും കരസ്ഥമാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകി മനുഷ്യനെ പാരിലേക്ക് അയച്ചത് ഈശ്വരൻ. കേട്ടിട്ടില്ലേ? പല വാതിലുകൾ മുട്ടുമ്പോൾ ഏതെങ്കിലും ഒന്ന് തുറക്കാതിരിക്കില്ല. ട്രൈ അഗെയിൻ. അത്യാവശ്യം വട്ടച്ചെലവിന് ഇത് കയ്യിലിരിക്കട്ടെ. ഏയ് വേണ്ട. അതിനെന്താ, എന്നെ ഒരു അന്യനായിട്ടാ കരുതിയത്? വെച്ചോളൂ. ഇന്ന് വരെ ചോദിക്കാതെ ആരും എനിക്കൊന്നും തന്നിട്ടില്ല. ഇതേവരെ ചോദിക്കാനോ കൊടുക്കാനോ എനിക്കാരും ഉണ്ടായിട്ടില്ലല്ലോ. പറ്റുമെങ്കിൽ എനിക്കൊരു ജോലി ശരിയാക്കി തരുമോ? നമ്മുടെ ഓഫീസില് ഒരു അക്കൗണ്ടന്റിന്റെ പോസ്റ്റ് ഒഴിവുണ്ട്. അത് ബാലേന്ദ്രന് കൊടുത്താലോ? ഏത് ബാലേന്ദ്രൻ? നിന്റെ ബ്രദർ. അത് ശരിയാവില്ല. എന്താ? അതെ, ഈ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും അവനവന്റെ സ്ഥാപനത്തിൽ നിയമിച്ച പ്രോബ്ലം ആകും. എന്ത് പ്രോബ്ലം? 10-20 എടുത്ത് ചോദിക്കാൻ പറ്റുമോ? 10-20 എടുത്താ എന്തിനാ ചോദിക്കുന്നത്? പോട്ടെ എന്ന് വിചാരിക്കണം. 20,000-30,000 ആയാലോ? അത് പ്രോബ്ലം ആവും. ആ, അതാ ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, സ്വന്തക്കാരായാലും വീട്ടുകാരായാലും നിർത്തേണ്ടടുത്ത് നിർത്തിയാലേ ശേഖരോട്ടിന് റെസ്പെക്ട് കിട്ടും. കൊച്ചു കൊച്ചു പിണക്കങ്ങൾ നമ്മൾ തമ്മിൽ ഉണ്ടാകാറുള്ളപ്പോഴൊക്കെ ഞാൻ കരുതി സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന്. അതൊക്കെ മനസ്സിൽ കൂട്ടിവെച്ച് പക തീർക്കുകയാണല്ലേ.